ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ട് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയിൽ വിശദീകരണവുമായി LDF കൺവീനർ ഇ പി ജയരാജൻ രംഗത്തെത്തി. ആയുർവേദ ചികിത്സയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി വൈദേകം റിസോർട്ട് കരാറുണ്ടാക്കിയത്. നിരാമയ NDA സ്ഥാനാർത്ഥിയുടെ കമ്പനിയാണോ എന്നറിയില്ല. നിരാമയുമായുള്ള എഗ്രിമെന്റിൽ തനിക്ക് ബന്ധമില്ലെന്നും താൻ വൈദേകം റിസോർട്ടിൽ അഡ്വൈസർ മാത്രമാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖറുമായി ബിസിനസ് ബന്ധമുണ്ട് എന്ന് തെളിയിച്ചാൽ അത് വി ഡി സതീശന് സൗജന്യമായി എഴുതി നൽകാമെന്നും ഇ പി വെല്ലുവിളിച്ചു. രാജീവ് ചന്ദ്രശേഖറുമായി ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ലെന്നും ഇ പി ജയരാജൻ കൂട്ടിച്ചേർത്തു. രാജീവ് ചന്ദ്രശേഖരന്റെ തന്നെ ഇന്ന് വരെ ഞാൻ അടുത്ത് കണ്ടിട്ടില്ല. രാജീവ് ചന്ദ്രശേഖരുമായിട്ട് എനിക്ക് ഫോണിൽ സംസാരിച്ച ബന്ധം പോലുമില്ല. രാജീവ് ചന്ദ്രശേഖരനെ എവിടെയുള്ള ആളുകൾ കാണുന്ന പോലെ പത്രത്തിൽ പടത്തിൽ കാണുന്നതാണ്. ആ രാജീവ് ചന്ദ്രശേഖരനെയുമായി എന്തിനാ എന്നെ ബന്ധിപ്പിച്ചത്? എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബിസിനസ് മുഴുവൻ വി ഡി സതീശന് സൗജന്യമായി കൊടുക്കുന്നു. വൈദികം എന്ന് പറയുന്നത് ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ്. ഞാനും അതുമായിട്ട് എന്താ ബന്ധം? ഞാൻ അതിൻ്റെ ഒരു ഉപദേശിയാണ്, അഡ്വൈസറാണ്. പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരി വർഗീസിനെയും CPIഎമ്മിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല എന്നും ഇ പി പ്രതികരിച്ചു. ഞാൻ പത്മജ വേണുഗോപാലിനെ CPIഎമ്മിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? അവർ പോയത് BJPയിലേക്കല്ലേ? അപ്പോൾ പറയുന്നതിന് എന്താ അടിസ്ഥാനം? അവർ കോൺഗ്രസിൻ്റെ ഒരാളാണ്. അവരെങ്ങനെ പ്രത്യേകിച്ച് ഈ CPIഎമ്മിലേക്ക് കൊണ്ടുവരേണ്ടത്? അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എനിക്കൊന്നും ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ ഈ കേരളത്തിൽ തന്നെ ഇല്ലെന്നാണ് തോന്നുന്നു. ഞങ്ങൾക്ക് ഏതെങ്കിലും തെറ്റായ വഴി സ്വീകരിച്ച് ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു കാര്യവും കേരളത്തിലെ പാർട്ടിക്കില്ല. നിങ്ങൾ ഈ പറയുന്നവരൊക്കെ ആരാ, എന്താണ്, ആരാണവർ? എനിക്കറിയുന്ന കൂട്ടരൊന്നുമല്ല ഇത്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുന്നു. സജോ ദേവസ്യ ചെയ്തു കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. സജോ, പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണ്. അതിൽ വിവിധ വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെട്ടു. അതിൽ ചോദിച്ച ചോദ്യങ്ങളിൽ ഏറ്റവും ഒടുവിൽ വന്ന 2 ഉത്തരങ്ങളാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമുണ്ട് എന്ന വി ഡി സതീശനുള്ള മറുപടിയാണ്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഈ പത്മജ വേണുഗോപാലിനെയും ദീപ്തി മേരി വർഗീസിനെയും CPIഎമ്മിലേക്ക് എത്തിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ല. ഈ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പേരുകൾ അത് ആരാണ്, എന്താണ് എന്നൊക്കെ ഇ പി ചോദിക്കുന്നുണ്ട്. അത് ഈ ദല്ലാൽ നന്ദകുമാറാണ് എന്ന് ഉറപ്പുണ്ടോ? ഒപ്പം തന്നെ അങ്ങനെയെങ്കിൽ തനിക്കറിയില്ല എന്ന് പറയുന്ന ദേ നന്ദകുമാറിന്റെ അമ്മയുടെ പിറന്നാൾ ചടങ്ങിലാണ് കൊച്ചിയിൽ ഒരു തവണ ഇ പി പങ്കെടുത്തത്. ഇത്തരം കാര്യങ്ങൾ കൂടി മാധ്യമപ്രവർത്തകർ ഓർമ്മിപ്പിച്ചു അദ്ദേഹത്തെ. പ്രജിൻ, ഇ.പിയുടെ ഒരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പരാമർശമാണ് ഈ വാർത്താ സമ്മേളനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് എത്തുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത്. അതായത് അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പരാമർശം എന്നത് BJP സ്ഥാനാർത്ഥികൾ പലരും, സംസ്ഥാനത്തെ BJP സ്ഥാനാർത്ഥികൾ പലരും ശക്തിയുള്ളവരാണ്, BJPക്കെതിരെയാണ് LDFന്റെ പോരാട്ടം എന്ന അർത്ഥം വരുന്ന പരാമർശമായിരുന്നു അദ്ദേഹം നടത്തിയത്. മുഖ്യമന്ത്രിയും CPIഎം സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. ഇതോടുകൂടിയാണ് ഇ.പി മലക്കമറിയുന്നതിലേക്ക് ഇപ്പോഴെത്തിയത്. ഈ പരാമർശം പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ഇ പി ജയരാജനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി ഇ പി ജയരാജന് ബിസിനസ് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് മികച്ച സ്ഥാനാർത്ഥികൾ എന്ന പരാമർശം ഇ.പിയുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നതെന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും ആരോപണം. അതിനാണ് ഇ പി ജയരാജൻ മറുപടി പറയുന്നത്. തനിക്ക് യാതൊരു ബിസിനസ് ബന്ധവും രാജീവ് ചന്ദ്രശേഖറുമായി ഇല്ല. അതേസമയം തനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബിസിനസ് ബന്ധങ്ങളുണ്ട്, തനിക്ക് അത്തരം ബിസിനസ് സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കുകയാണെങ്കിൽ, തെളിവ് സഹിതം അത് പുറത്തുവിടുകയാണെങ്കിൽ അവ സൗജന്യമായി പ്രതിപക്ഷ നേതാവിന് എഴുതി കൊടുക്കാം എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. പക്ഷേ അതേസമയം രമേശ് ചെന്നിത്തല അടക്കം ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട ആരോപണം കണ്ണൂരിലെ വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. ഈ വൈദികം റിസോർട്ട് പിന്നീട് അതിൻ്റെ നടത്തിപ്പ്, അവിടുത്തെ ആയുർവേദ ചികിത്സ അടക്കമുള്ള നടത്തിപ്പ് നിരാമയ എന്നൊരു സ്ഥാപനത്തിന് കൈമാറിയിരുന്നു. അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലുള്ള ഗ്രൂപ്പാണ് അത് കൈയാളുന്നത് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിമർശനം. അങ്ങനെ വരുമ്പോൾ ഈ ഇ പി ജയരാജന് രാജീവ് ചന്ദ്രശേഖരുമായി ബിസിനസ് ബന്ധമുണ്ട് എന്നതായിരുന്നു ഈ ആരോപണം. അതിന് അദ്ദേഹം പറയുന്നത് വൈദികത്തിനൊരു അഡ്വൈസർ മാത്രമാണ്, നിരാമയ അവിടെ ചികിത്സ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്, അതിൽ തനിക്ക് ബന്ധമൊന്നുമില്ല, അത് ആ സ്ഥാപനമാണ് തീരുമാനിക്കുന്നത്, തനിക്കതിൽ റോളൊന്നുമില്ല, നിരാമയ രാജീവ് ചന്ദ്രശേഖരൻ്റെ തന്നെയാണോ എന്നൊന്നും തനിക്കറിയില്ല, അങ്ങനെ ഒരു ബന്ധവുമില്ല എന്ന് വാദിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. അതായത് വൈദികവുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ വലിയ വിവാദങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായി ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ അവിടുത്തെ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. അത് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥയിലുള്ള ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നു. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ആരോപണം. അതിനെ അദ്ദേഹം തള്ളിപ്പറയുകയാണ്. അതേസമയം ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് തനിക്ക് വലിയ ബോധ്യവും ധാരണയൊന്നുമില്ല, തന്റെ അറിവ് അതിലില്ല, താൻ ഒരു അഡ്വൈസർ മാത്രമാണെന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദല്ലാൽ നന്ദകുമാറുമായി ബന്ധപ്പെട്ടതാണ്. ദല്ലാൽ നന്ദകുമാറിനെ അറിയുമോ എന്ന ചോദ്യത്തിനാണ് ഇതൊന്നും ആരാണ് എന്ന് തനിക്കറിയില്ല എന്ന മറുപടി അദ്ദേഹം പറയുന്നത്. ദല്ലാളിന്റെ പേര് എടുത്തു പറയുന്നില്ലെങ്കിലും ആ കൃത്യമായ ചോദ്യത്തിനാണ് അദ്ദേഹത്തിന് മറുപടി അറിയില്ല എന്ന കാര്യം. അതേസമയം ദല്ലാൽ നന്ദകുമാർ വഴി ദീപ്തി മേരി വർഗീസിനെയും പത്മജ വേണുഗോപാലിനെയും CPM-ലേക്ക് എത്തിക്കാൻ ശ്രമിച്ചോ എന്നതാണ് ചോദ്യം. അതിന് അദ്ദേഹം പറയുന്നത് താൻ അങ്ങനെ ശ്രമിച്ചിട്ടില്ല. താൻ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പത്മജ അടക്കമുള്ളവർ CPM-ലേക്കല്ലേ വരേണ്ടത്, അവർ BJP-യിലേക്കല്ലേ പോയത്, പിന്നെ ആ ആരോപണത്തിന് എന്താണ് അടിസ്ഥാനം എന്നുകൂടി പറയുകയാണ്. മറ്റൊരു കൗതുകകരവും ശ്രദ്ധേയവുമായ അദ്ദേഹത്തിന്റെ ന്യായീകരണം എന്നത് ഈ വിഷയത്തിൽ, അതായത് ഇതിന്റെ എല്ലാം ആധാരമായ അദ്ദേഹത്തിന്റെ പരാമർശം എന്നത് BJP സ്ഥാനാർത്ഥികൾ ശക്തിയുള്ളവരാണ്, അല്ലെങ്കിൽ NDA-യുമായാണ് LDF-ന്റെ മത്സരം എന്ന പരാമർശമാണ്. അത് അദ്ദേഹം മലക്കം മറിയുകയാണ്. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹത്തെ തിരുത്തിയതിന് പിന്നാലെ അദ്ദേഹം പറയുന്നത് കൂടുതൽ ജാഗ്രത വേണം എന്ന സന്ദേശം പകരാനാണ് താനത് ശ്രമിച്ചത്. കോൺഗ്രസ്സുകാർ പലരും ജയിക്കുമ്പോൾ അവർ BJP-ആയി മാറുന്നുണ്ട്, BJP-യുടെ കയ്യിൽ പണമുണ്ട്, പണം കൊടുത്തവർ എന്തായാലും അത്തരത്തിൽ മികച്ച സ്ഥാനാർത്ഥികൾ BJP-യിൽ ഉണ്ട് എന്നതിന്റെ പരാമർശം ആ രീതിയിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടെങ്കിലും CPM സംസ്ഥാന സെക്രട്ടറി സമാനമായ രീതിയിൽ EP-യെ തള്ളാതെ രംഗത്ത് വന്നു എന്നതും ശ്രദ്ധേയമാണ്. MV ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെയാണ്: BJP സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടാവും, പക്ഷെ അതൊന്നും BJP-ക്ക് അനുകൂലമാവില്ല, ഒരു സീറ്റ് പോലും അവർക്ക് കിട്ടാൻ അത് മതിയാവില്ല എന്നായിരുന്നു MV ഗോവിന്ദന്റെ പത്തനംതിട്ടയിലെ ഇന്നത്തെ പ്രതികരണം.